എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫസ്റ്റത്തേത് ഒരു തമിഴ് മൂവിയാണ് മിസ്റ്റർ എക്സ്. മനു ആനന്ദിന്റെ സംവിധാനത്തിൽ ആര്യ, മഞ്ജു വാര്യർ, ഗൗതം കാർത്തിക്, ശരത് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മിസ്റ്റർ എക്സ്. ചില യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് തുക്രാ കെ മേരാ പ്യാർ സീസൺ 2. ഒരു IAS ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള കടുത്ത അധികാര പോരാട്ടമാണ് സീസൺ 2ന്റെ പ്രധാന ആകർഷണം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 19 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് കാര. വിഘ്നേഷ് രാജിന്റെ സംവിധാനത്തിൽ ധനുഷ്, മമിത ബൈജു, KS രവികുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാര. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ മെയ് മാസം ലാസ്റ്റ് വീക്കിലോ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഡർബി. സജിൽ മബാഡിന്റെ സംവിധാനത്തിൽ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ സൗഹൃദം, പ്രണയം, ഒപ്പം ക്യാമ്പസിലെ പ്രധാന ശത്രുതകൾ എന്നിവയെ കേന്ദ്രീകരിച്ച് ഷൈം ടോം ചാക്കോ, ആദം സാബിക്, അമീൻ, സാഗർ സൂര്യ, ജോണി ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്യാമ്പസ് ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഡർബി. ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ്, ലയൺസ് ഗേറ്റ് പ്ലേ, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ഓഗസ്റ്റ് 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് തെരാച്ചപ്പ. ഇലവംകുന്നിൽ ജോയൽ ജോർജിന്റെ സംവിധാനത്തിൽ നവീൻ രാജ്, ശങ്കരപ്പു, പൂജ സുഹാസിനി, രാജീവ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ഫിലിമാണ് തെരാച്ചപ്പ. ഒരു തീരദേശ ഗ്രാമത്തിൽ വീശുന്ന കൊടുങ്കാറ്റിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളും മയക്കുമരുന്ന് മാഫിയുടെ പിടിയിലാവുന്നതുമാണ് സിനിമയുടെ പ്രമേയം. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് രാജേഷ് മാധവനും ചിത്ര നായരും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷേപഹാസ്യ ചിത്രമാണ് ഹൃദയഹാരിയായ പ്രണയകഥ. വടക്കൻ മലബാറിന്റെ തനത് ശൈലിയിലുള്ള നർമ്മവും അതോടൊപ്പം ജാതി, രാഷ്ട്രീയം, കുടുംബമഹിമ എന്നിവയും പരിഹസിക്കുന്ന ആക്ഷേപഹാസ്യവും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. സൈന പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 19 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഹിന്ദി വെബ് സീരീസ് ആണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് കപ്പ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സഞ്ജു വി സാമുൽ സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് കപ്പ്. ബേസിൽ ജോസഫ്, നമിത പ്രമോദ്, ഗുരു സോമസുന്ദരം എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബാഡ്മിന്റൺ കളിയെ സ്നേഹിക്കുന്ന നിതിൻ ബാബു എന്ന യുവാവിന്റെ കരിയറിലെയും ജീവിതത്തിലെയും പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. 2024 റിലീസ് ചെയ്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ മെയ് 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഒരു ഹിന്ദി വെബ് സീരീസ് ആണ് സിസ്റ്റം. സോനാക്ഷി സിൻഹ, ജ്യോതിക എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വിനി അയ്യർ തിവാരി സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലറാണ് സിസ്റ്റം. സാമൂഹിക നീതിക്കും നിയമപരമായ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നും രണ്ട് സ്ത്രീകൾ അനീതിക്കെതിരെ ഒന്നിക്കുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. മെയ് 22 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, സജിൻ ഗോപു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കിയൊരു ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സന്ദർഭത്തിനനുസരിച്ചുള്ള തമാശകളും ഒപ്പം ചിന്തിപ്പിക്കുന്ന നിഗൂഢതകളും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ചിത്രമാണെങ്കിലും സിനിമയുടെ രണ്ടാം പകുതിയും ക്ലൈമാക്സും അല്പം സങ്കീർണമാണെന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിധു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുരളി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22 തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണംസ്. 6 കസിൻസിന്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാന്റിക് കോമഡി ഡ്രാമയാണ്.
2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ദുരന്തർ ദ റിവഞ്ച്. രൺവീർ സിംഗ് നായകനായെത്തി ആദിത്യദർ സംവിധാനം ചെയ്ത് 2026 മാർച്ച് 19 റിലീസ് ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണല്ലോ ദുരന്തർ ദ റിവഞ്ച്. ജിയോ ഹോട്ട്സ്റ്റാർ 150 കോടി എന്ന റെക്കോർഡ് തൂക്കിയാണ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. പാൻ-ഇന്ത്യൻ ഭാഷകളിൽ മെയ് 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് വെബ് സീരീസ് ആണ്. എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മത്സര പരീക്ഷകളിലെയും അഴിമതികളെ പ്രമേയമാക്കി ദേശീയ പുരസ്കാര ജേതാവ് A. സർഗുണം സംവിധാനം ചെയ്ത ഈ സീരീസിൽ തുഷാര വിജയൻ, അതിഥി ബാലൻ, അബ്ബാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.